ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ദുബായ് ജുമൈറയിലാണ്. ഇപ്പോൾ ദുബായിലെ ഏറ്റവും മനോഹരമായ സ്പോട്ടുകളൊന്നായ ദുബായ് ഐലൻഡിലേക്കാണ് ഇന്നത്തുള്ള യാത്ര. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന ആളുകൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രിഡ്ജിന് മുകളിലാണ്. ഒരു ഭാഗത്ത് JBR ബീച്ചും അതുപോലെ മറുഭാഗത്ത് ബ്ലൂ വാട്ടർ ഐലൻഡും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ RTOയുടെയും അതുപോലെ ഒരുപാട് സ്വകാര്യ ഏജൻസികളുടെയും ബോട്ട് സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ കാണുന്നത് JBRൽ നിന്ന് ദുബായ് ബ്ലൂ വാട്ടർ ഐലൻഡിലേക്ക് പോകുന്ന ബ്രിഡ്ജാണ്. ഏകദേശം 200 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഞാൻ വന്നിട്ടുള്ളത് മെട്രോയിലാണ്. നിങ്ങൾ മെട്രോ വഴി വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ട്രാം വഴി JBR ബീച്ചിലേക്ക് എത്തിച്ചേരാം. ജുമൈറ ബീച്ചും അതുപോലെ ബ്ലൂ വാട്ടർ ഐലൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 400 മീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഒരേ സമയത്ത് 2 സ്ഥലം വിസിറ്റ് ചെയ്യുക എന്നതാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്. 2013 മെയ് 20-നാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 2018 നവംബറിൽ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഇത്തരത്തിലുള്ള ഒരുപാട് ഐലൻഡുകൾ നിർമ്മിച്ച് UAE ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ ഐലൻഡ് നിർമ്മിക്കാൻ വേണ്ടി വന്ന ഏകദേശം കോസ്റ്റ് 6 ബില്യൺ ദിറംസ് ആണ്. ഈ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫെറി വീലാണ്. ഏകദേശം ഒരേ സമയം 1400 ആളുകൾക്കാണ് ഇതിൽ കയറാൻ സാധിക്കുന്നത്. ഈ ഫെറി വീലിൻ്റെ ഏകദേശം ഹൈറ്റ് വരുന്നത് 250 മീറ്ററാണ്. പേര് പോലെ തന്നെ ഇത് ദുബൈയുടെ കണ്ണാണ്. അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അപ്പോൾ ഇതിൽ കയറുന്ന ആളുകൾക്ക് ഇത്രയും മുകളിൽ നിന്ന് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെയും അതുപോലെ ബുർജ് ഖലീഫയുടെയും അതുപോലെ ദുബൈയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും വളരെ ഉയരത്തിൽ നിന്ന് കാണാൻ കഴിയുമെന്നതാണ്.
ഈ ഫെറി വീലിൻ്റെ ഉയരം ഒരു പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല. അത്രയും വലുപ്പത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വലുപ്പം അറിയണമെങ്കിൽ നേരിട്ട് കണ്ട ആളുകൾക്ക് മാത്രമേ മനസ്സിലാവൂ. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക.